ഏതായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചാലും അർജന്റീനയ്ക്ക് ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ എത്തണമെങ്കിൽ കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വരും. അർജന്റീനയ്ക്ക് പ്രീ ക്വാർട്ടറിൽ എത്താനായാൽ അവിടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഉറുഗ്വായ് അല്ലെങ്കിൽ ഡെൻമാർക്ക് ആയിരിക്കും. ആൻഡ് ഈ ടീമുകളോടും വിജയിച്ച് ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് അർജന്റീന ക്വാളിഫൈ ആവുകയാണെങ്കിൽ അവിടെ അർജന്റീനയ്ക്ക് എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഒന്നെങ്കിൽ റൊണാൾഡോയുടെ പോർച്ചുഗൽ, മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം, അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടം, അതുമല്ലെങ്കിൽ മെസ്സി വേഴ്സസ് യമാൽ പോരാട്ടം, അതേ അർജന്റീന വേഴ്സസ് സ്പെയിൻ. ക്വാർട്ടർ ഫൈനലും വിജയിച്ച ഒരു സെമി ഫൈനലിലേക്ക് അർജന്റീന എത്തുകയാണെങ്കിൽ അവിടെ അർജന്റീനയെയും മെസ്സിയെയും കാത്തിരിക്കുന്നത് ശക്തരായ ബ്രസീലാണ്. നെയ്മർ നയിക്കുന്ന ഒരു ബ്രസീൽ. ഇനി അതല്ല, ബ്രസീൽ അല്ല എങ്കിൽ മറ്റൊരു ടീമായി വരാൻ പോകുന്നത് ഇംഗ്ലണ്ട് ആയിരിക്കും. ഒരു യുവതാര നിരയുമായി എത്തുന്ന ഇംഗ്ലണ്ട് നാഷണൽ ടീം. സോ ബ്രസീൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇവരെ തകർത്തുകൊണ്ട് സെമി ഫൈനലിലും വിജയിച്ച് ഫൈനലിലേക്ക് അർജന്റീന എത്തുകയാണെങ്കിൽ 2022 വേൾഡ് കപ്പ് ഫൈനൽ പോലെ തന്നെ ഒന്നെങ്കിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് ആ ഒരു ഫ്രാൻസ് എന്ന ഒരു ഹെവി ടീമായിരിക്കും. ഇനി അതല്ല, ഫ്രാൻസ് അല്ലെങ്കിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് 2014 അർജന്റീനയെ ഫൈനലിൽ തോൽപ്പിച്ച ജർമ്മനി ആയിരിക്കും. സോ ഈ ഒരു ഓപ്പോണൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അർജന്റീനയ്ക്ക് ആ ഒരു 2022 പോലെ 2014 പോലെ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്താൻ സാധിക്കുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.